നമസ്കാരം, ഞാൻ ഡോക്ടർ മുഹമ്മദ് നിയാസ്, കിംസ് ഹെൽത്ത് തിരുവനന്തപുരം ആശുപത്രിയിൽ ഇൻഫെക്ഷ്യസ് ഡിസീസ് വിഭാഗത്തിൽ കൺസൾട്ടൻ്റാണ്. നമുക്കെല്ലാവർക്കും അറിയാവുന്ന പോലെ ഒട്ടേറെ ശ്വാസകോശ സംബന്ധമായ ഇൻഫെക്ഷൻസ്, അഥവാ റെസ്പിറേറ്ററി ഇൻഫെക്ഷൻസ് കൂടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മളെല്ലാം പത്രങ്ങളിലൂടെയും മറ്റ് മീഡിയകളിലൂടെയും അറിഞ്ഞിട്ടുണ്ട്, പുതിയ കോവിഡിൻ്റെ ഒരു വകഭേദം JN.1 വേരിയൻ്റാണ് എന്നാണ് ഇത് അറിയപ്പെടുന്നത്. ഈ വേരിയൻറ്റുമായി റിലേറ്റഡ് ആയിട്ടുള്ള കുറേ ഇൻഫെക്ഷൻസും ഉണ്ട്. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ടത് മാത്രമല്ല, JN.1 കോവിഡ് വേരിയേഷൻ, ആ വേരിയൻറ്റിൻ്റെ നമ്പർ ഓഫ് കേസസ്, കോവിഡ് കേസസ് കൂടുന്നുണ്ട് തീർച്ചയായിട്ടും. പക്ഷെ അതുപോലെ തന്നെ ഇൻഫ്ലുവൻസ, നമ്മൾ ഫ്ലൂ എന്ന് വിളിക്കുന്ന ഇൻഫ്ലുവൻസയുടെ കേസസും അതുപോലെ തന്നെ കൂടുന്നുണ്ട്. ഈ രണ്ട് ഇൻഫെക്ഷൻസും ഇപ്പം ധാരാളമായിട്ട് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട് എന്നുള്ളതാണ്. COVID-19 ആണെങ്കിലും ഇൻഫ്ലുവൻസ ആണെങ്കിലും കേരളത്തിൽ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട്. തീർച്ചയായിട്ടും അത് കേരളത്തിൽ കൂടുതലായിട്ട് നമ്മൾ നടത്തുന്ന ടെസ്റ്റുകളുടെ ഒരു റിഫ്ലക്ഷനാണ് കേരളത്തിൽ കൂടുതലായിട്ട് അത് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത്. തീർച്ചയായിട്ടും ഇന്ത്യയുടെ മറ്റു ഭാഗങ്ങളിലും ലോകത്ത് മറ്റു പല രാജ്യങ്ങളിലും, സിംഗപ്പൂർ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിലും കൂടുതൽ കേസസ് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നു. അപ്പം നമ്മൾ നേരത്തെ പറയാറുള്ളത് പോലെ തന്നെ നമ്മൾ നേരത്തെ കണ്ട കോവിഡ് വേരിയൻ്റ് പോലെ, ഡെൽറ്റ എന്നൊക്കെ പോലെയുള്ള വേരിയൻ്റ് പോലെ അതിതീവ്രമായിട്ടുള്ള ഒരു വേരിയൻ്റ് അല്ല ഈ JN.1 വേരിയൻ്റ് എന്നാണ് നമുക്ക് മനസ്സിലാവുന്നത്. ഒട്ടേറെ കേസുകൾ നമ്മൾ ഓൾറെഡി കണ്ടു കഴിഞ്ഞു. ഈ കേസുകളിലൊന്നും തീവ്രമായ ന്യൂമോണിയയിലേക്കോ അല്ലെങ്കിൽ ഒരു ഹോസ്പിറ്റൽ അഡ്മിഷൻ വേണ്ട ഒരു സിറ്റുവേഷനിലേക്കോ പോകുന്ന രീതിയിൽ നമ്മൾ കാണുന്നില്ല. പക്ഷേ അതേസമയം തന്നെ ഇൻഫെക്ടിവിറ്റി, അഥവാ മറ്റൊരാളിലേക്ക് പകരാനുള്ള ഇൻഫെക്ഷൻസ് ഉണ്ടാവാനുള്ള സാധ്യത കുറച്ച് കൂടുതലാണ്. കാരണം മറ്റ് വേരിയൻറ്റുകളിൽ നിന്നും ഇതിൻ്റെ സ്ട്രക്ചറിൽ കുറച്ച് വ്യത്യാസങ്ങളുണ്ട്. അപ്പം നേരത്തെ ഉണ്ടായ ഇൻഫെക്ഷൻസ് വെച്ചുകൊണ്ട് മാത്രം, അല്ലെങ്കിൽ പഴയ വാക്സിൻസ് വെച്ച് നമുക്കൊരു കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു പ്രൊട്ടക്ഷൻ, ഇൻഫെക്ഷൻ ഉണ്ടാവുന്നതിനെ പ്രതിരോധിക്കാൻ സാധിച്ചേക്കില്ല. പക്ഷേ അതേസമയം തീവ്രമായ അസുഖങ്ങളിലേക്ക് പോകുന്നത്, നമ്മൾ നേരത്തെ വാക്സിൻ എടുത്തവരാണെങ്കിലും ഇൻഫെക്ഷൻസ് വന്നവരിലാണെങ്കിലും തീവ്രമായ ഒരു ന്യൂമോണിയയിലേക്ക് പോകാനുള്ള സാധ്യതകൾ കുറവാണ്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഒരു പാനിക് ചെയ്യേണ്ട യാതൊരു സിറ്റുവേഷനും ഇപ്പോൾ ഇല്ല. നമ്മൾ ആ രീതിയിലൊരു ഒരു അധികമായിട്ടുള്ളൊരു ഭീതിയിലേക്ക് പോകേണ്ട കാര്യമോ അങ്ങനെയൊന്നും തോന്നില്ല. എല്ലാ കേസസിലും വളരെ മൈൽഡായിട്ടുള്ള ഒരു രീതിയിലാണ് നമ്മൾ കാണുന്നത്. അതേസമയം നമ്മൾ നേരത്തെ തന്നെ പലപ്പോഴും കോവിഡിൽ പറയാറുള്ള പോലെ തന്നെ മറ്റ് അനുബന്ധ രോഗങ്ങളുള്ളവർ, അല്ലെങ്കിൽ വളരെയധികം പ്രായമുള്ള ആൾക്കാരെന്നവരിൽ ഇത് കുറച്ചെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാക്കാനുള്ള ചെറിയ സാധ്യതയുണ്ട്. ന്യൂമോണിയ പോലുള്ള പ്രശ്നങ്ങളിലേക്ക് പോകാനുള്ള ചെറിയ സാധ്യതയുണ്ട്. അപ്പോൾ അത്തരം ആൾക്കാർ കൂടുതൽ ശ്രദ്ധിക്കേണ്ടതാണ്. അത്തരം ആൾക്കാരുകൾ പുറത്തു പോകുമ്പോൾ തീർച്ചയായിട്ടും മാസ്കുകൾ ധരിക്കുന്നതും ഹാൻഡ് സാനിറ്റൈസേഷൻ കൊണ്ട് നമ്മൾ മറന്നു തുടങ്ങിയ ശീലങ്ങൾ അത് ഒന്നുകൂടെ നമ്മൾ ലൈഫിൽ പ്രാക്ടീസ് വരുത്തണം. പ്രത്യേകിച്ചും അനുബന്ധ രോഗങ്ങളുള്ളവരും അതുപോലെ തന്നെ അത്തരം ആളുകൾ വീട്ടിലുള്ള ആൾക്കാരാണെങ്കിൽ നിർബന്ധമായിട്ടും ഇൻഫെക്ഷൻസ് വരാതെ നോക്കേണ്ടതാണ്. ഇനി അഥവാ നിങ്ങൾക്കൊരു ഇൻഫെക്ഷൻ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ് ചെയ്യേണ്ടതെന്നാണ് ഈ പറഞ്ഞതുപോലെ തന്നെ അധിക ആളുകളിലും, നമ്മൾ പ്രായം കുറഞ്ഞ ആൾക്കാർ, ആരോഗ്യമുള്ള ആൾക്കാരിൽ ഇത് കാര്യമായിട്ടുള്ള ഒരു ചെറിയൊരു പനി പോലെ വന്ന് പോകുന്നതാണ്. അതുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു സിംറ്റമാറ്റിക് ആയിട്ടുള്ള പാരസെറ്റമോൾ പോലുള്ള ട്രീറ്റ്മെൻറ്റ് മാത്രം മതിയാവുന്നതാണ് പലർക്കും. പക്ഷേ അതേസമയം അനുബന്ധ രോഗങ്ങളുള്ള ആൾക്കാർക്ക് ആൻറ്റിവൈറൽ മെഡിസിൻസ് അവൈലബിൾ ആണ്. അപ്പോൾ അത് അത്രയും അനുബന്ധ രോഗങ്ങളിലും സിവിയറിറ്റിയിലേക്ക് പോകാൻ അല്ലെങ്കിൽ കോംപ്ലിക്കേഷൻസിലേക്ക് പോകാൻ സാധ്യതയുള്ള ആൾക്കാർ ഡോക്ടേഴ്സിനെ കണ്ട് അതിൻ്റെ ആൻറ്റിവൈറൽ മെഡിസിൻസ് ഇപ്പം അവൈലബിൾ ആണ്, അത് സ്വീകരിക്കേണ്ടതുമാണ്. അപ്പോൾ ഇത്രയാണ് JN.1 പറ്റി പറയാനുള്ളത്. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഒരു പാനിക് ആവേണ്ട ഒരു സിറ്റുവേഷൻ അല്ല. കോവിഡ് നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമായി നമ്മൾ ആക്സെപ്റ്റ് ചെയ്യേണ്ട ഒരു ടൈം കഴിഞ്ഞിരിക്കുന്നു. അപ്പം ഇൻഫ്ലുവൻസയുടെ വേരിയൻസ് വരുന്നത് പോലെ തന്നെ കൂടെ ഇത്തരം വേരിയൻസ് വന്നുകൊണ്ടേയിരിക്കും. അത് നമ്മൾ പഴയ ഒരു സിറ്റുവേഷൻ പോലെയല്ല. ഇത്തരം വേരിയൻറ്റുകളെ നേരിടാൻ നമുക്കിപ്പം വ്യക്തമായിട്ട് അറിയാം. ആശുപത്രികളാണെങ്കിൽ തന്നെ ഇപ്പം ഏറെ സജ്ജമാണ്. അപ്പം ആ ഒരു രീതിയിലുള്ള ഒരു ഭീതിക്ക് യാതൊരു കാരണവുമില്ല. നമുക്ക് തീർച്ചയായിട്ടും ഈ ഒരു വേവും അത് വലിയ പ്രശ്നങ്ങളില്ലാതെ തന്നെ കടന്നു പോകുമെന്നാണ് വിചാരിക്കുന്നത്.